ഡയറക്ടറും ഇല്ല, എഡിറ്ററും ഇല്ല, മ്യൂസിക് ഡയറക്ടറും ഇല്ല, DOP ഇല്ല. ഇന്ന് ഈ ചോദ്യം ചോദിപ്പിച്ചത് ഞങ്ങളുടെ ഇപ്പോഴാണ് ഞങ്ങളത് മാർക്കറ്റിംഗിൽ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം അല്ല, ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് ഓർത്തപ്പം ഇന്ന് ഈ ചോദ്യം ചോദിപ്പിച്ചത് ഞങ്ങളുടെ ഇപ്പോഴാണ് ഞങ്ങളത് മാർക്കറ്റിംഗിൽ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഈ പടത്തിന് എന്തെങ്കിലും, കാരണം ഇതിന്റെ ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളത് തോന്നി. ഇന്നിപ്പോ നമുക്കത് മനസ്സിലായി, അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. അതൊരു മാർക്കറ്റിംഗിന്റെ തന്ത്രമായിട്ട് ഞങ്ങളത് ചെയ്തതേ ഉള്ളൂ. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വിജയം ആകുന്നത് അവിടം വരെ എത്തുമ്പോഴാണ്. അപ്പം അവർക്ക് മനസ്സിലായി ഇതൊരു കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ, അതാ പറഞ്ഞേ, കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മളത് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പോസ്റ്ററുകളിലും നോക്കി ഞങ്ങളത് വിജയിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇനി വേറെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ വേണമെന്ന് മനസ്സിലാക്കി. ഇല്ലില്ല. അപ്പൊ ഇപ്പം നമ്മളിപ്പം ഹൈദരാലിയായിട്ട് സംസാരിക്കാന്ന് വെച്ചു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോ. പറഞ്ഞാൽ മനസ്സിലാവും. അതിപ്പോ എല്ലാ മനുഷ്യരായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ ചോദ്യം ഉണ്ടായല്ലോ. അപ്പൊ അത് ഞങ്ങൾ മാർക്കറ്റിംഗിന്റെ കാര്യം കൊണ്ടിട്ട് തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ഏത് സിനിമയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നോർമലി ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പം പല സിനിമകളിലും ഉണ്ടാവാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പൊ അതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അത് ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഇപ്പൊ നമ്മളൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കഷൻ വെച്ചൊന്നും ഇരിക്കുമല്ലോ. അപ്പൊ ഇതുപോലെയുള്ള ഒരു കാര്യമുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല. ഒരു ദുരൂഹ സാഹചര്യം അതിൻ്റെ അകത്തില്ല. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരെ ഇത് എത്തി എന്ന് പറയുമ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനു മുമ്പുള്ള അദ്ദേഹം ചെയ്ത സിനിമയുടെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ട് ആണ് ഈ സിനിമയുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് ദുരൂഹതകളൊക്കെ ഈ സിനിമയിലുണ്ട്. അത് വളരെ വസ്തുതമായിട്ടുള്ള കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതൊക്കെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഒരു മേശയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറ്റ് ദ എൻഡ് ഒരു നല്ലൊരു സിനിമ, ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും, അത് ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹതയും ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ, നമ്മൾ ഞാൻ അലക്കിലി എന്നുള്ള സോങ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ശരിക്കും അതിൽ മ്യൂസിക് ഡയറക്ടറിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻപുട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡാണ്. അപ്പൊ അത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ നന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അത് എല്ലാവരും എന്ന് പറയുമ്പോൾ രതീഷ് ബാലകൃഷ്ണ മുതൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മുതൽ ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാർ മുതൽ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ മുതൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാവരും ഉൾപ്പെടെ. സോ അതിൽ യാതൊരു ദുരൂഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടു കൂടി ഈ ഒരു വിഷുക്കാലത്ത്
ദുരൂഹ സാഹചര്യം ഇങ്ങനത്തെ ഒരു രീതിയിൽ. കാരണം ഇതുവരെ നമ്മൾ വിട്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എന്റർടൈൻഡ് ആകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഡയറക്ടറും ഇല്ല, എഡിറ്ററും ഇല്ല, മ്യൂസിക് ഡയറക്ടറും ഇല്ല, DOP ഇല്ല, ശരിക്കും ചിദംബരവും ഇല്ല, ദിലീഷ് പോത്തനും ഇല്ല, അങ്ങനെ കുറെ പേരില്ല. ഇത് നമ്മള് ഇതിന്റെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം April 2 എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരുന്നതാണ്. പെട്ടെന്ന് അത് മാറി, April 10 അത് മാറി April 15. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളും സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഇപ്പോഴത്തെ ഈ ടീസറിന്റെ ഔട്ട് പോലും നമ്മൾ അടുത്ത ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ്, സോ അവർ ലൈം ലൈറ്റിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ അവർക്ക് മടിയുണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യമില്ല. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് റിസൾട്ടാണ്, അവരുടെ ജോലിയാണ് അവരെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇതില് രതീഷിന്റെ കൂടെ 3ാമത്തെ സിനിമയാണ് ഇത്. ആദ്യത്തെ സിനിമ എന്നാത്താൻ കേസുകൾ, 2ാമത്തെ സിനിമ ഞാൻ നായകനല്ല, പക്ഷെ അതില് ഞാൻ പോയി അഭിനയിച്ചു. അത് ഞാൻ 1 രൂപ പോലും മേടിക്കാതെയാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹമായിട്ടൊരു ബന്ധത്തിന്റെ പുറത്താണ്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമ വൻ പരാജയമായപ്പോൾ പോലും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആസ് എ ക്രിയേറ്റർ പുള്ളിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അതില് പുള്ളി ലൈം ലൈറ്റിലുണ്ടോ കൂടെ ഉണ്ടോ എന്നതിനപ്പുറം ഈ സിനിമ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി അദ്ദേഹമാണെങ്കിലും ഞാനാണെങ്കിലും ലിസ്റ്റിനാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, കൂടെ ഇരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. സോ അത് സിനിമ സംസാരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ മീൻസ് ആ ഒരു ആൻസർ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പൊ എന്നാത്താൻ കേസ് കൂടുതൽ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ചാക്കോച്ചന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. ഇപ്പം മമ്മൂക്ക അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ പറ്റി. അപ്പൊ അതേ ഒരു ഡയറക്ടർ ലീഡ് റോളും കൊണ്ട് വേറൊരു കഥയായിട്ട് വരുമ്പം ആർക്കാണെങ്കിലും കുറച്ചുകൂടെ എന്തൂസിയാസം അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും. ലൈക്ക് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെയ്ത് കഴിഞ്ഞപ്പോഴും എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സേതു എന്ന കഥാപാത്രം എന്നിലേക്ക് വരുമ്പോൾ, അത് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് രതീഷ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് രതീഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 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 ആക്ടറെ, അത് എന്നാത്താൻ കേസുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഞാനും 1-2 പേരും അല്ലാതെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു കൂടുതൽ. അവരെല്ലാവരെയും വളരെ നാച്ചുറലായിട്ട് ഒരു കഥാപാത്രമായി മാറുന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രതീഷ് പൊതുവാൾ എന്ന ഒരു ക്രിയേറ്ററിന്റെ മിടുക്ക് തന്നെയാണ്. അപ്പൊ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൈ കിട്ടുമ്പോൾ അതിന്റെ ഒരു വെയിറ്റേജ് കൂടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദിലീഷിന്റെ ഒരു അപ്പിയറൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും, സജിന്റെ കാര്യത്തിലാണെങ്കിലും, ജാഫറിന്റെ ആണെങ്കിലും, ശരണ്യയുടെ ആണെങ്കിലും, സുധീഷിന്റെ ആണെങ്കിലും, എന്റെ ആണെങ്കിലും എല്ലാം ആ രീതിയിലെ കഥാപാത്രങ്ങളുടെ വേറൊരു ടോൺ, അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മാജിക് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പം സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ. ടീസർ കണ്ടപ്പോൾ, ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ എൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിട്ടിയും പൊഹയും അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് മാറുന്നു. അപ്പൊ എത്രത്തോളം വെടിവെപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിൽ? സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ നമ്മൾ രതീഷ് പൊതുവാൾ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ആക്ഷൻ സീക്വൻസുകളാണ്. മറ്റത് സോഷ്യൽ സറ്റയർ ആണെങ്കിലും, ഇമോഷണൽ സൈഡ് ആണെങ്കിലും, തമാശകളാണെങ്കിലും, സമൂഹത്തിലുള്ള പല ഇഷ്യൂസ് ആണെങ്കിലും അതെല്ലാം ആൻസർ ചെയ്ത് കേറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ആക്ഷന്റെ ഒരു സീക്വൻസോടുകൂടി ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ മാച്ചോ പരിപാടി അങ്ങനെയൊന്നുമില്ല.